നമസ്കാരം. എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളൊക്കെ വെറും മണ്ടന്മാരാണ്. നമ്മളെയൊക്കെ മണ്ടന്മാരാക്കി എന്ന് പറയുന്നതാണ് ശരിയായ ഒരു കാര്യം. എന്തുകൊണ്ടാണ് നമ്മളൊക്കെ മണ്ടന്മാരാണ്, തിരുമണ്ടന്മാരാണെന്ന് പറയുന്നത്? വേറൊന്നും കൊണ്ടല്ല. ചില കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാതെ ആദ്യം കേൾക്കുന്ന കള്ളത്തെ വിശ്വസിക്കുന്നവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ നമ്മൾ വിശ്വസിച്ചു പോയി എന്ന് ചോദിച്ചാൽ, ആവർത്തിച്ച് പറയുന്ന നുണ ഏറെ കഴിയുമ്പോൾ സത്യമായി മാറും എന്നുള്ള വിശ്വാസം കാരണം. പിന്നെ തന്നെയുമല്ല, അങ്ങനെ മണ്ടന്മാരായി അല്ലെങ്കിൽ ആ കള്ളത്തെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മണ്ടന്മാരായപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് പല കാര്യങ്ങൾ ഇപ്പുറത്തുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയാതെ പോയി എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട കാര്യം. ചിരിയിൽ മയങ്ങരുത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ ചിരിയിൽ മയങ്ങിപ്പോയവരാണ്. ആ ചിരിയെ നമ്മൾ വിശ്വസിച്ചവരാണ്. അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധവും. നമുക്കറിയാം, നമുക്ക് കഴിഞ്ഞ 10 വർഷക്കാലം 2016 മുതൽ 26 വരെയുള്ള കാലഘട്ടത്തിൽ നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നായിരുന്നു. പിണറായി വിജയനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് നമുക്കറിയാം, മാധ്യമങ്ങൾ ഒട്ടും നല്ല രീതിയിലല്ല പിണറായി വിജയന് വേണ്ടി പ്രവർത്തിച്ചത് എന്നറിയാം. പിണറായി വിജയൻ മാധ്യമ സിൻഡിക്കേറ്റ് എന്നൊരു ഘട്ടത്തിൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് വിശേഷിപ്പിച്ചു. അതിനെ തുടർന്ന് മാധ്യമങ്ങളെല്ലാം പിണറായി വിജയന് എതിരായി മാറും. ഇപ്പോഴും പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെതിരാണ് ഇന്നും മാധ്യമങ്ങൾ നിലനിൽക്കുന്നത്. അദ്ദേഹം 10 വർഷം കേരളം ഭരിച്ച സമയത്തും അദ്ദേഹം കേരളത്തിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി വിജയിപ്പിക്കുന്ന സാഹചര്യത്തിൽ പോലും അതിനെക്കുറിച്ച് ഒരു നല്ല വാക്ക് എഴുതാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും കഴിയാതെ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അന്ന് അദ്ദേഹം വിളിച്ച മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന പരാമർശം തന്നെയായിരുന്നു. ഇനി ഇത് കൂടാതെ കേരളത്തിലെ മാധ്യമങ്ങൾ വിളിക്കാത്തടത്ത് കയറി ചെല്ലുന്ന ഒരു പാർട്ടി കമ്മിറ്റിയിലേക്ക് ഇടിച്ചു കയറി ചെന്നപ്പോൾ കടക്കുപുറത്ത് എന്ന് പറഞ്ഞതിനെ ഏറ്റവും അധികം വിവാദമാക്കി കൊണ്ടു നടന്നതും, കടക്കുപുറത്ത് എന്നൊരു പ്രയോഗത്തെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം വലിയ തോതിൽ വ്യാപിപ്പിച്ചതും ഇതേ മാധ്യമങ്ങൾ തന്നെയാണ്. അങ്ങനെയെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ ചിരിക്കാതെ നിൽക്കുന്ന, കാർക്കശ്യത്തോടുകൂടി പെരുമാറുന്ന, ആരുടെയും മുഖത്ത് നോക്കി കടക്കുപുറത്ത് എന്ന് പറയാൻ ശേഷിയുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ ധാർഷ്ട്യമുള്ള ഒരു നേതാവാക്കി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തത്. അപ്പോൾ അങ്ങനെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ജനങ്ങൾ ചിന്തിച്ചത് എന്താണ്? ഞങ്ങൾക്ക് ഈ മുഖ്യമന്ത്രി പോരാ, ഞങ്ങൾക്ക് ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി വേണം. നമുക്ക് ആ ചിരിക്കുന്ന മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ കൂടി പറഞ്ഞു തീർക്കാം. മൈക്ക് ഒന്ന് പിണങ്ങിയാൽ പോലും ദേഷ്യപ്പെടുന്ന ഒരു നേതാവ്, ആ നേതാവിനെ നമ്മളിനി എന്തിന് സഹിക്കണം? അദ്ദേഹം ഒരാളോട് പോലും ചിരിച്ചു കാണിക്കാറില്ല, കൊഞ്ചിക്കുഴയാറില്ല, കൈക്ക് പിടിച്ച് സംസാരിക്കാറില്ല. ഇത്രയും ധാർഷ്ട്യമാകാമോ ഒരു മനുഷ്യന്? അദ്ദേഹം അധികാരത്തിൽ കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 71 വയസ്സായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം അധികാരം ഒഴിയുമ്പോൾ അദ്ദേഹത്തിന് 81 വയസ്സ്. അപ്പോൾ ഈ പ്രായത്തിനിടയിൽ അദ്ദേഹത്തിനുണ്ടായ ശാരീരിക അസ്വസ്ഥതകളും അവശതകളും വേറെ. അതോടൊപ്പം അദ്ദേഹം 59 വണ്ടികളിലാണ് കറങ്ങുന്നത്, അകമ്പടി സേവിക്കുന്നത്. കള്ളത്തരമല്ലായിരുന്നു ആ പ്രചരിപ്പിച്ചത്? നമുക്കെല്ലാവർക്കും അറിയാം. അതായത് മേജർ രവി എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരാളുണ്ട്, ഒരു സംവിധായകനാണ് അദ്ദേഹം. ആ മേജർ രവി എന്താ പറഞ്ഞത്? ഇന്നസെൻ്റ് എന്ന് പറയുന്ന അനുഗ്രഹീത നടൻ മരിക്കുന്ന സമയത്ത് ഈ പറയുന്ന നമ്മുടെ നേതാവായിരിക്കുന്ന പിണറായി വിജയൻ, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഏകദേശം 50-ലധികം വാഹനങ്ങളുടെ അകമ്പടിയുമായിട്ടാണ് അവിടെ ചെന്നത് എന്നല്ലേ പറഞ്ഞത്? അപ്പം അതൊരു തെറ്റായ സന്ദേശമല്ലേ കൊടുത്തത്? എന്നാൽ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ഈ നമ്മുടെ മേജർ രവി പറഞ്ഞത് അങ്ങേയറ്റത്തെ കള്ളമായിരുന്നു എന്നുള്ള വിവരം നമുക്ക് ബോധ്യപ്പെട്ടു. അപ്പം അങ്ങനെ തുടങ്ങിയ നിരവധി കള്ളങ്ങൾ കാലത്തിന് മുമ്പേ സഞ്ചരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിണറായി വിജയൻ ധാർഷ്ട്യമുള്ള ഒരു നേതാവായി മാറി, ചിരിക്കാത്ത നേതാവായി മാറി, ആരോടും കടക്കുപുറത്ത് എന്ന് പറയുന്ന ഒരു നേതാവായി മാറി. ആ രീതിയിലേക്ക് അധപ്പതിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പിണറായി വിജയൻ ഒരു പോർട്രേറ്റ് ഉണ്ടാക്കുകയോ ചെയ്തതിൽ മാധ്യമങ്ങൾക്ക് വലിയ തോതിലുള്ള പങ്ക് വഹിക്കാനുണ്ട്. എന്നാൽ ഇത് ഇത്രയും പിണറായി വിജയൻ്റെ നെഗറ്റീവ് സൈഡുകളാണ്. എന്നാൽ നമുക്കറിയാം, 2016 നമ്മുടെ സംസ്ഥാനത്തേക്ക് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ കയറി ഇത് 2026 എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോയിട്ടുള്ള ഒരുപാട് വഴികളുണ്ടായിരുന്നു. ഓഖി മുതൽ ഏറ്റവും ഒടുവിലെത്തി നിൽക്കുന്ന നമ്മുടെ എന്താ പറയുക, വയനാട് ദുരന്തം വരെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളിലെല്ലാം കേരളം എങ്ങനെ ഇതിൻ്റെ അതിജീവനത്തിലേക്ക് എത്തി എന്ന് നമ്മളെല്ലാവരും മറന്നുപോയി. ഒരുപക്ഷെ അന്ന് വകുപ്പുകളെല്ലാം ഏതൊക്കെ രീതിയിലാണ് കോർഡിനേറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ചും നമുക്കറിയാം.
എന്നാൽ ഇവിടെ നോക്കി പിന്നെ ഇവിടെ കൃത്യമായി അതായത് ആരോഗ്യവകുപ്പിനെ കോർഡിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞു, റവന്യൂ വകുപ്പിനെ എല്ലാവർക്കും പട്ടയം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിർത്തി. അല്ല, അങ്ങനെ ഓരോ വകുപ്പുകളെ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായി പൊതുമരാമത്ത് വകുപ്പാണെങ്കിലും ടൂറിസം വകുപ്പാണെങ്കിലും എല്ലാ വകുപ്പുകളെയും വളരെ ഏകോപനത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ 10 വർഷം നീണ്ടു നിൽക്കുന്ന അധികാര ശ്രേണിയിൽ നിന്നുകൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഈ 10 വർഷം കൊണ്ട് നമ്മൾ ആ രീതിയിലേക്ക് എത്തി. നമ്മളുടെ നാട്ടിലുണ്ടായ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വി.എസ്. ശിവകുമാർ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരുന്ന് നശിപ്പിച്ച് മുച്ചൂടും നാശമാക്കിയിട്ടിട്ട് പോയ പിന്നെ നമ്മുടെ ആശുപത്രികളെ നമ്മൾ മാറ്റിയെടുത്തില്ലേ? അപ്പോൾ ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇപ്പുറത്ത് ചെയ്തെങ്കിൽ തന്നെയും നമ്മൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ ദോഷം എന്തായിരുന്നു എന്നറിയാമോ? അദ്ദേഹം ചിരിക്കില്ല എന്നുള്ളതാണ്. അദ്ദേഹം ധാർഷ്ട്യത്തോടു കൂടി പെരുമാറും എന്നുള്ളതാണ്. അദ്ദേഹം മൈക്കിനോട് എതിർത്ത് സംസാരിക്കുമെന്നുള്ളതാണ്. ആരോടെങ്കിലും ഒരു ചോദ്യം ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയും ഒരു നേതാവാണ്. അപ്പോഴേക്ക് നമ്മൾ ഇതിനെയെല്ലാം കണ്ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ചിരിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാരെ നോക്കിയിട്ട് ആംഗ്യം കാണിക്കുന്ന, ചേഷ്ട കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടി. സൗമ്യനായ ഒരു മുഖ്യമന്ത്രിയെ കിട്ടി. അപ്പോൾ ആ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പച്ചക്കള്ളം വളരെ കൃത്യമായി സത്യസന്ധമായി അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്ന പുതിയ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ഏറ്റവും വലിയ മഹനീയ ഗുണമായി നമ്മൾ കണ്ടത്. ഇവിടെ അദ്ദേഹം എന്താ ചെയ്തത്? കേരളത്തിൽ മതസ്പർദ്ധയ്ക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. എങ്ങനെ? അതായത് ഇവിടെ വി.ഡി. സതീശൻ എന്ന് പറയുന്ന നേതാവ് സമസ്തയുടെ വേദിയിൽ കയറി നിന്നുകൊണ്ട് ആദ്യമായി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ് ഇടതുപക്ഷം പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നൊരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ വിജയം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ന്യൂനപക്ഷ വോട്ടുകളെ കൃത്യമായി ഏകോപിപ്പിക്കുവാൻ കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയെയും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയെയും SDP അടക്കമുള്ളവയെ ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന രീതിയിൽ ഇവിടെ ഒരു മതപരമായ വിഭജനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അതോടൊപ്പം ന്യൂനപക്ഷങ്ങളെ അകറ്റുന്നതിന് വേണ്ടിയിട്ട് എവിടെയോ പിന്നെ ഈ കോൺഗ്രസ്സുകാരുടെ കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന നമുക്കെല്ലാവർക്കും അറിയുന്ന അടിയന്തരാവസ്ഥ, ഇപ്പോൾ പാഠ്യഭാഗങ്ങളിൽ കൊണ്ടുവരുന്ന അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആ ദുഷിച്ച കാലത്തിലെ ഏതൊക്കെയോ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഇടതുപക്ഷം ഈ കോൺഗ്രസിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് ജനസംഘവുമായി കൂട്ടുചേർന്നതിനെ പിന്നെ സൂചിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷവും ഇവിടെ CPM തമ്മിൽ ഡീൽ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന വ്യാപകമായൊരു കള്ളം പ്രചരിപ്പിച്ചു. അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ ഡീല്, ന്യൂനപക്ഷങ്ങളുടെ സ്വാധീനം, സംഘപരിവാർ ശക്തികളുടെ വരവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു വെള്ളം ഒന്ന് കലക്കി എടുത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ കള്ളം പ്രചരിപ്പിക്കുകയായിരുന്നു തുടക്കത്തിൽ ചെയ്ത്. പിന്നീടാണ് അതിൻ്റെ അന്വേഷണത്തിലേക്ക് പോയവരുടെ സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ദ്വാരപാലക ശില്പത്തിൻ്റെ പീഠം കാണുന്നില്ല എന്നായിരുന്നു ആദ്യമായിട്ട് വരുന്ന ഒരു പരാതി. ആ പരാതിക്ക് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിൻ്റെ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും അത് കണ്ടെത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. അപ്പോൾ ആ രീതിയിലും കള്ളം ഇവിടെ കേരളത്തിൽ പ്രചരിപ്പിച്ച ഒരു നേതാവ് വി.ഡി. സതീശനാണ്. അതിനുശേഷം നോക്കിക്കോളൂ, ഇവിടെ ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചോളൂ. അതിൻ്റെ എല്ലാം നേരെ വിപരീത ദിശയിലാണ് ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ വി.ഡി. സതീശൻ പ്രവർത്തിക്കുന്നത്. ഇവിടെ നമുക്കറിയാവുന്നതുപോലെ അന്ന് ഇതിൻ്റെ ഇടയിലാണ് നമുക്കറിയാവുന്ന പിന്നെ കെൽട്രോണുമായി ബന്ധപ്പെട്ട്, അതായത് AI ക്യാമറ വിവാദം വരുന്നു, ഫോൺ വിവാദം വരുന്നു. ഇതെല്ലാം കോടതിയിൽ നിന്ന് നാശമായി തിരിച്ചു വന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഇവിടെ മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കോർപ്പറേറ്റുകൾക്ക് വളരാൻ വേണ്ട വളക്കൂറുള്ള മണ്ണാക്കി കൊടുക്കുന്നു. ഇവിടെ ധാതു നിക്ഷേപമുള്ളത് വാരിയെടുത്തുകൊണ്ട് പോകാൻ വേണ്ടി സ്വകാര്യ കുത്തകൾക്ക് അവകാശം കൊടുക്കുന്നു. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? കേരളത്തിനെ സമൂലമായി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ 21,000 ആക്കും നമ്മുടെ ആശമാരുടെ ഓണറേറിയം എന്ന് പറയുന്നു. എത്രയാക്കി? ഇപ്പോഴും അവർ മേടിച്ചുകൊണ്ടിരിക്കുന്നത് 12,000 രൂപ മാത്രമാണ്. ഇനി 9,000 രൂപ കൂടി അവരുടെ അക്കൗണ്ടിലേക്ക് കയറിയാൽ മാത്രമേ 21,000 എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് അവരെത്തൂ. അപ്പോഴും അവരെ പറ്റിക്കാൻ വേണ്ടി ആശമാരോട് കള്ളം പറഞ്ഞു. പക്ഷേ ആശമാരുടെ പേരിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് SUCI-ക്കാരായതുകൊണ്ടും അവരുടെ പ്രധാനപ്പെട്ട ശത്രു CPM ആയതുകൊണ്ടും അവരിപ്പോൾ ശാന്ത സ്വഭാവശീലരായി നിൽക്കുന്നു. ഇവിടെ ക്ഷേമ പെൻഷൻ 2000 നിന്ന് ഞങ്ങൾ 3000 ആക്കി ഉയർത്തുമെന്ന് പറഞ്ഞ ഒരു സർക്കാർ ഉണ്ടായിരുന്നു, വി.ഡി. സതീശൻ സർക്കാർ. എന്നിട്ട് അതെന്തായി? ഇപ്പോഴും അത് 2000 തുടരുന്നു. ഈ ബഡ്ജറ്റിലും അത് സംബന്ധിച്ച് പ്രഖ്യാപനം വന്നിട്ടില്ല. പോട്ടെ, 2000 എന്നുള്ള 2200 പോലും ആക്കിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ആകെ കേരളത്തിൽ നടപ്പിലാക്കിയ ഒരേ ഒരു പദ്ധതി സ്ത്രീകൾക്കുള്ള KSRTC ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്ര പ്രിയദർശിനി എന്ന് പറയുന്ന പദ്ധതി മാത്രമാണ്. അതോടൊപ്പം പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിച്ചപ്പോൾ ഇത്രയുമില്ല അന്ന് വർദ്ധിച്ചത്. അപ്പോൾ വർദ്ധിച്ച സാഹചര്യത്തിൽ എന്തുകൊണ്ട് സർക്കാർ ഈ തീരുമാനം എടുത്തുകൊണ്ട് നമ്മുടെ
നികുതി അധിക നികുതി വേണ്ട എന്ന് പറയുന്നില്ല എന്നൊരു വലിയ ചോദ്യം ഉയർത്തി. എന്നാൽ ഇന്ന് അതിനെക്കുറിച്ച് ഒരക്ഷരം കമ എന്നൊരക്ഷരം മിണ്ടാൻ ഈ സർക്കാരിനെ കൊണ്ടോ അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയെ കൊണ്ടോ കഴിയുന്നില്ല. ഇവിടെ PM ശ്രീ പദ്ധതിക്കെതിരായി വലിയ ഗോഗോവിളികൾ നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന്. എന്നാൽ ഇന്ന് PM ശ്രീ പദ്ധതിക്ക് മൗനാനുവാദം കൊടുക്കുന്ന നിലയിലേക്ക് മുഖ്യമന്ത്രി അധപ്പതിച്ചിരിക്കുന്നു. ഇവിടെ മദ്യനയം അന്ന് പറഞ്ഞത് എന്താ? ഇവിടെ സർക്കാർ മദ്യം കുടിപ്പിക്കാൻ ശ്രമിക്കുന്നു. തെറ്റല്ലേ പറഞ്ഞത്? അന്ന് 80 ആയിരുന്നില്ല, 730 വൈൻ ഷോപ്പുകളായിരുന്നു നമ്മുടെ കേരളത്തിൽ അന്നുണ്ടായിരുന്നത്. അപ്പം ഈ പറയുന്ന അത്രയും മദ്യഷോപ്പുകൾ പിന്നീട് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ ക്രൈറ്റീരിയ അനുസരിച്ച് അത് ബാറുകളായി സ്വാഭാവികമായി മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലെല്ലാം കള്ളത്തരം കാണിച്ചുകൊണ്ട്, കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട്, വലിയ വലിയ കള്ളങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട്, സത്യസന്ധമായി അവതരിപ്പിച്ചുകൊണ്ടാണ് സത്യത്തിൽ ഇത് പിടിച്ചടക്കിയത്. മോഡിഫിക്കേഷൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ചിരിച്ചു കാണിച്ചുകൊണ്ട് പൂക്കിയായി മാറി. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം സഭയിലുണ്ടായത്. സഭയിൽ റജി ചെറിയാൻ ചോദിച്ചൊരു ചോദ്യത്തിന് മൈക്കിലൊരു ഉത്തരം പറയുന്നു, മൈക്ക് വിട്ടതിന് ശേഷം പുറത്തിരുന്നുകൊണ്ട് വേറൊരു മറുപടി പറയുന്നു, ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു മറുപടി പറയുന്നു. ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പുമായി നടക്കുന്ന രണ്ട് മുഖമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ ഇനിയും ആഗ്രഹിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും പറയേണ്ടി വരും. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ ജീവിക്കേണ്ടി വന്ന ജനതയാണ് ഞങ്ങൾ എന്നൊരു പക്ഷേ നാളെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരുമിച്ച് പറയേണ്ടി വരും. കാരണം എന്താ? നമ്മൾ ഏറ്റവും വലിയ മണ്ടത്തരമാണ് കാണിച്ചത്. ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ധാർഷ്ട്യമുള്ള ഒരാളെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മളുടെ തന്നെ കുഴി തോണ്ടിയിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. നമുക്ക് പച്ചയ്ക്ക് തന്നെ ആ വാക്ക് ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ കുഴി തോണ്ടി, അത് തന്നെയാണ് വാസ്തവം എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇവിടെ പിന്നെ ഈ മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതും അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? ചിരിയായിരുന്നു വേണ്ടത്. അപ്പോൾ നമ്മളും എന്ത് ചെയ്യുക? കൂടുതൽ ചിരിച്ചുകൊണ്ടേയിരിക്കുക പൂക്കി മുഖ്യമന്ത്രിക്ക് വേണ്ടി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.